ആഞ്ചലോ ഇപ്പോൾ ചേരുന്നു. ആഞ്ചലോ, താങ്കൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ തമ്മിൽ തല്ലുമായി ബന്ധപ്പെട്ട് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർ, അതായത് തല്ലിയവർ, തല്ലുകൊണ്ടവർ, പ്രകോപനമുണ്ടാക്കിയവർ, അവർക്കെതിരെയൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. മറിച്ച് നിങ്ങൾക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കെതിരെയുള്ള കുറ്റം നിങ്ങൾ ഈ വാർത്താ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്നുള്ളതാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നടപടി ഒരിക്കലും ഞങ്ങളോട് വിശദീകരണം ചോദിച്ചിട്ടല്ല. അതിനകത്ത് വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സമർപ്പിച്ചിട്ടുമില്ല. അപ്പം ഇതിനകത്ത് അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചിട്ടില്ല കേസ് ഇതുവരെ. അപ്പം എന്തായാലും അന്വേഷണ കമ്മീഷൻ നിയോഗിക്കും, ഞങ്ങളുടെ റിപ്പോർട്ട് തരും. അപ്പൊ അതിലെന്തായാലും ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കും. അതാണ് ഇപ്പൊ നിലവിലുള്ള പ്രതീക്ഷ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് KPCC-യും അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ അടുത്ത് ഇതുവരെ അതിന്റെ ഒരു റിപ്പോർട്ട് തേടിയിട്ടില്ല. അപ്പം നമ്മൾ എന്തായാലും സംഘടനാപരമായിട്ട് തന്നെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇപ്പൊ നിലവിലത്തെ സാഹചര്യം. ഈ വിശദീകരണം ചോദിക്കാതെ നടപടിയെടുക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു പ്രോസസ്സാണോ? അതിപ്പം കാണുന്നത് നിങ്ങൾ തന്നെ വിലയിരുത്തുക, അത്രേ ഉള്ളൂ. അല്ല, ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഈ അവിടുത്തെ തമ്മിൽ തല്ലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ ഒരു കാഴ്ചക്കാരായി നിന്നു. നിങ്ങൾക്കെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വാർത്ത ചോർത്തിക്കൊടുത്തു എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടത്? അതിനോട് ഇതുവരെ വ്യക്തമാക്കിയില്ല. അതായത് കാര്യം ചോദിച്ചിട്ടുണ്ട്, എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുറത്തുവിടാൻ പറഞ്ഞു. അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്തായാലും റിപ്പോർട്ട് തേടുമല്ലോ. എനിക്ക് അതിനുശേഷം എന്തെങ്കിലും രീതിയിൽ കാര്യമായി പ്രതികരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നീട് എന്തുകൊണ്ട് നിങ്ങൾക്കെതിരെ നടപടി എടുത്തു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമുക്ക് ഈ കാര്യത്തിൽ വ്യക്തതയില്ല. അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ സ്ഥലത്തില്ല. അതായത് ഞാൻ 20 കിലോമീറ്റർ അപ്പുറം പേയാടാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ വിഷയങ്ങൾക്ക് ശേഷമാണ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തുന്നത്. അതും മറ്റൊരു ഭാരവാഹിയുടെ ബാഗ് നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നു, തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും ഈ സംഭവ സ്ഥലത്തില്ല. പിന്നെ ഏത് മാധ്യമത്തെ എങ്ങനെ ഏത് വിഷ്വൽസ് അയച്ചു കൊടുക്കാനാണ്? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തേടുന്ന സമയത്ത് വ്യക്തമായിട്ട് നമ്മളത് പ്രസന്റ് ചെയ്യും. അതിനകത്ത് വേറെ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ആഞ്ചലോ കെ സുധാകരനെ അനുകൂലിക്കുന്ന ആളാണോ? എനിക്കിപ്പം ഈ പറഞ്ഞ പോലെ ആരോടും വിരോധമോ പ്രത്യേകിച്ച് ഇഷ്ടക്കൂടുതലോ അങ്ങനെ ഒന്നുമില്ല. ഇത് KPCC ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്ക് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അങ്ങനെ ഇന്നവരെ എന്നുള്ളൊരു പ്രത്യേക ലെവലില്ല. ആഞ്ചലോ, KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞത് അവിടെ തല്ലുണ്ടായിട്ടില്ല, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് പറഞ്ഞത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് പ്രസിഡന്റ് പറഞ്ഞല്ലോ. ഇനിയിപ്പം അതിനപ്പുറത്തേക്ക് ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഞാൻ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു. അപ്പൊ സംഘർഷം നടക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ പറഞ്ഞ പോലെ രാവിലെ നിങ്ങളുടെയൊക്കെ കൈരളിയിലൊക്കെ ന്യൂസ് വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. അല്ല, താങ്കൾ അന്വേഷിച്ചപ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായതായി ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അന്വേഷണ കമ്മീഷന് മുമ്പിൽ ഒരു അന്വേഷണ വിധേയമായി നിൽക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളുമായിട്ട് പ്രതികരിക്കുന്നതിനകത്ത് ഇതുണ്ട്, എന്ന് വെച്ചാൽ പരിമിതിയുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ എനിക്ക് കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും അതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകും. നന്ദി ആഞ്ചലോ.